മഴതോരും മുൻപേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അങ്ങനെ അലീന സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ വല്ലാത്തൊരു ഒറ്റപ്പെടൽ തോന്നാണ് അലീനക്ക്. സ്വന്തം അച്ഛന്റെ വീടാണിത്, കേണൽ സ്റ്റാൻലി ജോസഫിന്റെ വീട്. പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷം അയാൾ അവളോട് സംസാരിച്ചത് വെറും 2-3 വാക്കുകൾ മാത്രം. സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെയുള്ള യാന്ത്രികമായ ചോദ്യങ്ങൾ. അതിൽ ഒരച്ഛന്റെ സ്നേഹമോ വാത്സല്യമോ അവൾക്ക് കണ്ടെത്താനായില്ല. ചുറ്റും വലിയ നായ്ക്കളാണ്. അവൾക്ക് വലിയ പേടിയാണെങ്കിലും അവൾ നടക്കുമ്പോൾ അവ മുട്ടിയുരുമി കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അവൾ നിൽക്കുമ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കും. ഇരിക്കുമ്പോൾ കാൽച്ചുവട്ടിൽ വന്ന് കിടക്കും. ആ മൃഗങ്ങൾ നൽകിയ കൂട്ട് മാത്രമായിരുന്നു അവൾക്ക് ആ വീട്ടിലെ ഏകൊരാശ്വാസം. 7 മണിയായപ്പോൾ ഡ്രൈവർ ആൻഡപ്പൻ വന്നു. ആട്ടിൻകുട്ടികളെ തെളിച്ചു കൊണ്ടുപോകുന്ന പോലെ അവൻ നായ്ക്കളെ വരിവരിയായി കൂട്ടിലേക്ക് മാറ്റി. പെട്ടെന്നാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. കൂട്ടത്തിൽ ഒരെണ്ണത്തിനെ കാണാനില്ല. ഇതിലൊന്നിനെ കാണാനില്ലല്ലോ എന്ന് പിറുപിറുത്തുകൊണ്ട് തന്നെ അവർ അലീനയുടെ മുറിയിലേക്ക് എത്തി. മുറിയിലും പരിസരത്തുമെല്ലാം തന്നെ അവൻ ആ അൾഷേഴ്സിൻ നായെ തിരഞ്ഞു. പെട്ടെന്ന് കട്ടിലിന്റെ അടിയിൽ നിന്നും ഒരു തുമ്മൽ ശബ്ദം കേട്ടു. അലീന വേഗം കുനിഞ്ഞു നോക്കി. ദാ കിടക്കുന്നു കക്ഷി പതുങ്ങി. ഇങ്ങോട്ടേക്ക് വാടാ, അവൾ കൈവിളിച്ചു കാണിച്ചു. ആദ്യം ഒന്ന് മടിച്ചുവെങ്കിലും അവൾ കുറച്ചുകൂടി നിർബന്ധിച്ചപ്പോൾ അവൻ മെല്ലെ കട്ടിലിന്റെ അടിയിൽ നിന്നും നുഴഞ്ഞു പുറത്തേക്ക് വന്നു. അവൾക്ക് ദേഷ്യം വന്നു. അവൾ നേരെ അവന്റെ ചെവിക്കങ്ങ് കയറി പിടിച്ചു. മര്യാദക്ക് നീ നിന്റെ സ്ഥലത്ത് പോയി കിടന്നോളണം. കള്ളത്തരമൊന്നും എന്റെ അടുത്ത് നടക്കൂല. നിനക്ക് മാത്രം എന്താ ഇവിടെ ഇത്ര പ്രത്യേകത? അവൾ അവനെ ശാസിച്ചു. അവൾ തലയുയർത്തി നോക്കുമ്പോൾ വാതിൽക്കൽ അത്ഭുതത്തോടെ നിൽക്കുന്ന ആൻഡപ്പനെയാണ് കണ്ടത്. എപ്പോഴും ഗൗരവത്തോടെ മാത്രം നടക്കുന്ന, എല്ലാവരോടും മുറുമുറുക്കുന്ന ആ ഒരു വലിയ അൾഷേസിസ് നായ ഈ പുതിയ പെൺകുട്ടിയുടെ ശാസന കേട്ട് വാലാട്ടി നിൽക്കുന്നത് ആൻഡപ്പന് വിശ്വസിക്കാനായില്ല. ഇവൻ ഇവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, ഈ കട്ടിലിന്റെ കീഴെ. കുഞ്ഞിന് ഈ നായ്ക്കളെയൊന്നും പേടിയില്ലേ? ആൻഡപ്പൻ ചോദിച്ചു. ഇല്ല, കുഞ്ഞിൻ്റെ അടുത്ത് നല്ല പരിചയമുള്ളതുപോലെയാണല്ലോ ഇവിടുത്തെ നായ്ക്കളൊക്കെ. അതോ ഇവിടുത്തെ നായ്ക്കൾ മാത്രമല്ല, എല്ലാ നായ്ക്കളും എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെയാ. ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കുമെങ്കിലും എനിക്ക് എപ്പോഴും പേടിയാണ് ഈ വിറ്റകളെ. എപ്പോഴാ കടി കിട്ടുന്നതെന്നൊക്കെ ആർക്കറിയാം? അലീന പറഞ്ഞു. ആൻഡപ്പനൊന്നും മിണ്ടാതെ നായയും വിളിച്ച് പുറത്തേക്ക് പോയി. അലീന മെല്ലെ എഴുന്നേറ്റ് ഇടനാഴിലൂടെ നടന്ന് സിറ്റൗട്ടിലേക്ക് വന്നു. വീടിന് ചുറ്റും കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം. മതിലിന്റെ ഗേറ്റിലും തൂണുകളിലുമൊക്കെയായിട്ട് ഗോളാകൃതിയിലുള്ള വലിയ മെർക്കുറി ബൾബുകൾ കത്തിക്കിടക്കുന്നു. അതൊക്കെ കണ്ടു അവൾക്ക് വല്ലാത്ത ഈർഷ്യ തോന്നി. ഇതിന്റെ 4-1 ലൈറ്റുകൾ മതിയല്ലോ ഇവിടുത്തെ വെളിച്ചം കിട്ടാൻ. വെറുതെ കറണ്ട് ചെലവാക്കാനായിട്ട്. ആ കറണ്ട് ചാർജിന്റെ പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ദിവസം 5 അനാഥ കുട്ടികൾക്ക് വിശപ്പടക്കാമായിരുന്നു. അവൾ മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടി. എവിടെ നോക്കിയാലും വെറും ധാരാളിത്തം മാത്രം. കുറച്ചുനാൾ താൻ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഈ അനാവശ്യ ചെലവുകളൊക്കെ ഒന്ന് കുറക്കാമായിരുന്നു എന്ന് അവൾ മനസ്സിൽ തീരുമാനിച്ചു. പക്ഷേ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ ചിട്ടയിൽ ആരെങ്കിലും കൈക്കടക്കുന്നത് അയാൾക്കൊട്ടും തന്നെ ഇഷ്ടപ്പെടാൻ വഴിയില്ല. സ്റ്റാൻലി ജോസഫിന്റെ രൂപം മനസ്സിൽ വരുമ്പോഴേക്കും പത്രത്തിൽ കണ്ടുള്ള ആ ഒരു സദ്ദാം ഹുസൈന്റെ മുഖമാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. ഇത്രയും ഗൗരവക്കാരനായ ഒരാൾ ശരിക്കും തന്റെ സ്വന്തം അച്ഛൻ തന്നെയാണോ? അവൾക്ക് ചെറിയൊരു സംശയം തോന്നി. എങ്കിലും കടപ്പാട്ടൂരെ അച്ഛന് ബാലചന്ദ്രൻ മേനോന് ഒരിക്കലും തെറ്റുപറ്റില്ല. എല്ലാം വളരെ കൃത്യമായി അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അദ്ദേഹം തന്നെ ഇവിടേക്ക് അയച്ചിട്ടുണ്ടാവുള്ളൂ. അലീന സിറ്റൗട്ടിൽ നിന്നും തിരികെ ഇടനാഴിലേക്ക് നടന്നു. കേണൽ സാബിന്റെ മുറിയെന്ന് ആൻഡപ്പൻ കാണിച്ചു കൊടുത്തു. ആ വാതിലിന്റെ മുന്നിൽ അവൾ എത്തി. ഇനി എന്താണ് താൻ ചെയ്യേണ്ടത്? അത്താഴമുണ്ടാക്കണോ, വിളമ്പണോ, ആരെങ്കിലും കാത്തിരിക്കണോ, അതോ വെറുതെ പോയി കിടന്നുറങ്ങണോ? ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് മുട്ടി വിളിച്ചു ചോദിച്ചാലോ? അവൾ സംശയത്തോടെ വാതിലൊന്ന് മുട്ടി. യെസ് കമിൻ. ഉള്ളിൽ നിന്നും ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടു. അലീന പതുക്കെ വാതിലിന്റെ ഹാൻഡിൽ തിരിച്ച് അകത്തേക്ക് കയറി. ആ കാഴ്ച കണ്ട് അവളൊന്ന് ഞെട്ടി. വാതിൽക്കൽ തന്നെ തറഞ്ഞു നിന്നുപോയി. മുറിയിലെ നടുവിലെ വലിയ സെറ്റിൽ സ്റ്റാൻലി ജോസഫ് ഇരിക്കുന്നുണ്ട്. അയാളുടെ ഇരുവശത്തുമായി 2 വലിയ നായ്ക്കൾ. മുന്നിലെ ടീപ്പോയിൽ വില കൂടിയ ഒരു മദ്യക്കുപ്പി, സോഡ, മദ്യം നിറച്ച ഗ്ലാസ്, ഐസ് ക്യൂബുകൾ, വളരെ സമൃദ്ധമായ മദ്യപാനം. മുറിയിലെ സിഗരറ്റിന്റെ രൂക്ഷമായ പുകയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റാൻലി അവളെ കണ്ട് കൈ കാട്ടി അകത്തേക്ക് വിളിച്ചു. പക്ഷേ ആ അന്തരീക്ഷം അലീനെ കൊട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൾ പേടിയോടുകൂടിയും അറപ്പോടുകൂടി 2 നിമിഷം കൂടി അവിടെ നിന്നിട്ട് വെച്ച കാല് പിന്നോട്ടെടുത്ത് വാതിലടച്ച് പുറത്തേക്ക് പോയി. വാതിലടയുന്ന ആ ഒരു ശബ്ദം കേട്ട് സ്റ്റാൻലി അവളുടെ പേര് വിളിച്ച് എഴുന്നേറ്റു. അടഞ്ഞ വാതിലിന് കുറച്ചു നേരം നോക്കി നിന്നിട്ട് അയാൾ തിരികെ സെറ്റിയിലേക്ക് തന്നെ ഇരുന്നു. അലീന വേഗത്തിൽ അവൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ ഒരു മുറിയിലേക്ക് വന്നു. ആ റിട്ടയർഡ് കേണൽ ഒരു വലിയ മദ്യപാനിയാണെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ തന്റെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും? അവൾ വെറുതെ ഒന്ന് ഓർത്തു നോക്കി. കുറച്ച് ജോലികൾ, ഒരു കൂട്ടം നായ്ക്കൾ, പിന്നെ കുടിയും പരുക്കനുമായ ഒരു എക്സ് മിലിറ്ററിക്കാരനും. അവർക്കിടയിൽ ചിറകരിഞ്ഞ ഒരു പക്ഷിയെപ്പോലെ താനും. അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. ആ ചിന്തയിൽ അവൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ മുറിയുടെ വാതിൽ ഒരു മുട്ട് കേട്ടത്. അവൾ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ മുന്നിൽ സ്റ്റാൻലി ജോസഫ് നിൽക്കുന്നു. അയാളുടെ വലിയ കണ്ണുകൾ മദ്യപിച്ച് നല്ലതുപോലെ ചുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ട് നീ എന്താ കേൾക്കാതെ തിരിച്ചു പോന്നത്? ഞാൻ വിളിച്ചിട്ട് നീ കേൾക്കാതെ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോന്നുവല്ലേ? അവിടെ ഇരുന്ന് കുടിക്കുന്നത് കണ്ടിട്ടാ നീ ഇങ്ങോട്ടേക്ക് പോന്നത്? അയാൾ നേരെ വിഷയത്തിലേക്ക് കടന്നു. അതെ, അവൾ ഒട്ടും മടിക്കാതെ പറഞ്ഞു.
ഞാൻ മദ്യപിക്കും. അതിന് പ്രത്യേകിച്ച് സമയപരിമിതിയൊന്നുമില്ല. രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ മദ്യപിക്കും. അതൊരു ശീലമായി പോയി. ആർമിയിലായിരിക്കുമ്പോഴും എനിക്ക് ഈ ശീലമുണ്ട്. അതൊരു മോശം കാര്യമാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും തോന്നുന്നുമില്ല. എൻ്റെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമാണ് മദ്യം. മധുരം പോലെ, ഉപ്പ് പോലെ, എരിവ് പോലെ, അയാൾ പറഞ്ഞുകൊണ്ട് അയാളുടെ മുറിയിലേക്കങ്ങ് കയറി. അലീന വാതിലിനടുത്ത് തന്നെ മാറി നിന്നു. വീടും ചുറ്റുപാടൊക്കെ കണ്ടു തീർത്തോ? സ്റ്റാൻലി ചോദിച്ചു. കണ്ടു. എങ്ങനെയുണ്ട് ഈ വീടും ഇതിൻ്റെ ലാൻഡ്സ്കേപ്പും ഒക്കെ? നിനക്കിഷ്ടപ്പെട്ടോ? ഇല്ല, അവൾ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. സ്റ്റാൻലി അത്ഭുതത്തോടെ അവൾ മുഖത്ത് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇഷ്ടപ്പെട്ടില്ലേ? അവളുടെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. നമ്മളിവിടെ ഇത്രയും പേര് മാത്രമല്ലേ ഉള്ളൂ. ഡ്രൈവർ ആൻഡപ്പൻ, കുക്ക് ബൈജു, ഗാർഡനർ പൗലോസ്, കാവൽക്കാരൻ തങ്കപ്പൻ, പിന്നെ ഞാനും. ഇന്നു മുതൽ അലീനയും. അയാൾ തുടർന്നു. അവരെയൊക്കെ പരിചയപ്പെട്ടോ? ആൻഡപ്പൻ ചേട്ടനെയും ബൈജു ചേട്ടനെയും പൗലോസ് ചേട്ടനെയും പരിചയപ്പെട്ടു. അവൾ പറഞ്ഞു. അവരെങ്ങനെയാ ചേട്ടാ എന്ന് വിളിച്ച് ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേര് വിളിച്ചാലും മതി. അവർ സെർവൻ്റാണ്. ഞാനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അയാളുടെ സ്വരത്തിൽ ഒരു അധികാരമുണ്ടായിരുന്നു. അലീനക്കത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. അവൾ പറഞ്ഞു. അപ്പോൾ ഞാനും ഈ വീട്ടിലെ സെർവൻ്റ് ആയിരുന്നു. അവിടെയുള്ള കുട്ടികൾ അലീന ചേച്ചി എന്നാണ് എന്നെ വിളിക്കുന്നത്. അവരെന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. സ്റ്റാൻലി ഉടനെ മറുപടി പറഞ്ഞു. ബാലചന്ദ്രമേനോൻ എന്നോട് പറഞ്ഞിരുന്നു അലീന അവിടെ വെറും ഒരു വേലക്കാരിയെ പോലെ ആയിരുന്നില്ല. അവരാരും നിനക്ക് അന്യരായിരുന്നില്ല എന്ന്. പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി. അത് കേട്ട് ആയിക്കോട്ടെ, പ്രായം കൂടിയവരെ ഞാൻ ബഹുമാനിക്കും. അതിപ്പോൾ വേലക്കാരായാലും പിച്ചക്കാരായാലും. ബ്രിജിത്ത മമ്മി ഞങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പണത്തെ ഒട്ടും ബഹുമാനിക്കരുത് എന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട്. അവൾ തറപ്പിച്ചു പറഞ്ഞു. അത് കേട്ട് സ്റ്റാൻലി ഒന്ന് ചെറുതായി ചിരിച്ചു. എന്നിട്ട് ശാന്തമായി പറഞ്ഞു. നീ ഇവിടെ സെർവൻ്റല്ല, നീ എൻ്റെ മകളാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ പറയുന്നത്. എനിക്കറിയില്ല എൻ്റെ അച്ഛൻ ആരാണെന്ന്. കടപ്പാട്ടൂരെ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് വിശ്വസിച്ചു. ഇവിടുത്തെ ജോലിക്കാർക്കും അറിയില്ല ഞാൻ ആരാണെന്ന്. അറിയാമായിരുന്നെങ്കിൽ അവരെന്നോട് അങ്ങനെയൊന്നും ചോദിക്കില്ലായിരുന്നു. അവരെന്തു ചോദിച്ചു? ഞാൻ ആരാണ്, എവിടെ നിന്ന് വരുന്നു, ഈ വീടുമായി എന്താ ബന്ധമെന്നൊക്കെ. എനിക്കെന്തായാലും നിശ്ചയം പോരായെന്ന് ഞാൻ പറഞ്ഞു. ജനിച്ച അന്നു മുതൽ 23 വർഷക്കാലം ഞാനൊരു അനാഥയായിട്ടാണ് ജീവിച്ചത്. കുറച്ചു കാലം ഒരു വീട്ടുവേലക്കാരിയായും ജോലി നോക്കിയിട്ടുണ്ട് എന്നും ഞാൻ അവരോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ സ്റ്റാലിയുടെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. ഗൗരവം മുറുകി. അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. അയാൾക്ക് ദേഷ്യം വന്നു. അതല്ലേ സത്യം. മറിച്ച് എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ആദ്യം വേലക്കാരിയാണെന്ന് പറഞ്ഞ് പിന്നീട് യജമാനത്തിയായി. അങ്ങനെ അംഗീകരിക്കപ്പെട്ടാൽ അതിലൊരു അഭിമാനവും സന്തോഷവുമുണ്ട്. അതിനു പകരം ആദ്യം യജമാനത്തിയായി സ്വയം പ്രഖ്യാപിച്ചിട്ട് പിന്നീട് വേലക്കാരിയായി തരം താഴ്ത്തപ്പെട്ടാലോ? പിന്നെ എനിക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ? അലീന ചോദിച്ചു. സ്റ്റാൻലി അവളെ തന്നെ നോക്കി നിന്നു. ആ വാക്കുകളിലെ സത്യം അയാൾക്ക് ഉൾക്കൊള്ളാനായില്ല. അയാളുടെ മുഖത്ത് ഗൗരവമല്ലേ അയഞ്ഞു. ഓ വെൽ, നീ പറഞ്ഞതാണ് ശരി അലീന, അതിലൊരു തെറ്റുമില്ല. അയാൾ സമ്മതിച്ചു. ഞാൻ ആരോടും പറഞ്ഞില്ല നീ ആരാണെന്ന്. മനഃപൂർവ്വം പറയാത്തതാണ്. എനിക്ക് വേണ്ടത്ര സാവകാശം കിട്ടിയിട്ടില്ല. നിന്നെ ഇവിടെ എത്തിക്കാൻ എനിക്ക് ബാലചന്ദ്രൻ തന്നത് ആകെ 9 ദിവസമാണ്. ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു വരുന്നതേയുള്ളൂ. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ എനിക്കതിനേക്കാൾ എത്രയോ ഇരട്ടി സമയം വേണ്ടി വരും. അതൊക്കെ ഞാൻ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നീ അറിയേണ്ടതില്ല. എനിവേ, നീ എൻ്റെ മകളാണ്. എനിക്കതിൽ യാതൊരുവിധ സംശയവുമില്ല. ഞാൻ അത് അംഗീകരിച്ചു കഴിഞ്ഞു. ആ വാക്ക് കേട്ടപ്പോൾ അലീനയുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു വിങ്ങലുണ്ടായി. എങ്കിലും അവൾ അതൊന്നും തന്നെ മുഖത്ത് കാണിക്കാത്ത ഗൗരവത്തിൽ തന്നെ നിന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സ്റ്റാൻലി തുടർന്നു. പൊതുവെ സ്ത്രീകൾക്ക് മദ്യപാനികളോടും പുകവലിക്കാരോടും വലിയ അനിഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് രണ്ടും എൻ്റെ സ്വകാര്യ സുഖങ്ങളാണ്. അതിന് ഈ 2 കാര്യങ്ങളിലും കൈ കടത്തരുത് എന്ന് പച്ചയായിട്ട് പറഞ്ഞാൽ പോരെ? അലീന ഉടനെ തിരിച്ചടിച്ചു. അവളുടെ ആ ഒരു പെട്ടെന്നുള്ള മറുപടി കേട്ട് സ്റ്റാൻലി ജോസഫ് ഉറക്കെ അങ്ങ് പൊട്ടിത്തിരിച്ചുപോയി. ആ വീടിന്റെ ചുമരുകൾ കുലുങ്ങുന്ന പോലെയായിരുന്നു ആ ഒരു ചിരി കേട്ട് പേടിച്ച് ആൻഡപ്പൻ അങ്ങോട്ടേക്ക് ഓടി വന്നു. സ്റ്റാൻലിയുടെ ചിരി പെട്ടെന്ന് നിന്നു. എന്താടോ? അയാൾ ഗൗരവത്തിൽ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. ആൻഡപ്പൻ പരുങ്ങലോടെ തിരിഞ്ഞു നടന്നു. സ്റ്റാൻലി വീണ്ടും അലീനയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നിനക്ക് വേണ്ട ഡ്രസ്സൊക്കെ ഞാൻ അലമാരയിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ എടുത്ത് ഉപയോഗിക്കാം. ഞാൻ കണ്ടു. ഒരു 10-25 വർഷം കഴിഞ്ഞാൽ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റിയേക്കാം. അപ്പോഴേക്കും ഞാൻ തടിച്ച് വീർത്തിരിക്കണമല്ലോ. അവൾ ഒട്ടും കൂസലില്ലാതെ പറഞ്ഞു. ഓ, അപ്പോൾ വലുപ്പം കൂടുതലാണല്ലേ? സാരമില്ല, ആൻഡപ്പനോട് പറഞ്ഞാൽ മതി. അളവനുസരിച്ച് മാറ്റി വാങ്ങിച്ചുകൊണ്ട് തരും. അയാൾ പറഞ്ഞു. എന്നിട്ട് വാച്ചിലേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടേ? സമയമായി, വന്നോളൂ. ഒരു ഉത്തരവ് പോലെ അത് പറഞ്ഞ് അയാൾ വാതിലിന് നേരെ നടന്നു. അലീന അവിടെ തന്നെ അനങ്ങാതെ നിന്നു. വാതിൽക്കലെത്തിയ സ്റ്റാൻലി തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ വരുന്നില്ലെന്ന് കണ്ടു. ഒരു കാര്യം 2 തവണ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. അയാളുടെ സ്വരം കടുത്തു. എത്ര തവണ പറഞ്ഞാലും വിശപ്പുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ പോരെ? ഉരുളക്കുപ്പേരി പോലെ തന്നെ അലീനയും മറുപടി നിറഞ്ഞു. അങ്ങനെ ഒരു മറുപടി അയാൾ തീരെ തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അന്നേരം വിശപ്പില്ലേ? ഇന്നലെ വരെ ഞാൻ 9:30 ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്നിവിടെ വെച്ച് 8 മണിക്ക് വിശക്കണമെന്ന് പറഞ്ഞ വയറ് വിശക്കുവോ? ഇവിടുത്തെ ചിട്ടകളൊക്കെ ഒന്ന് പഠിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടേ? അവൾ ചോദിച്ചു. ഓക്കെ, അത് വളരെ ശരിയാണ്. എന്നാൽ പിന്നെ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വരാം, അയാൾ പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കാരണം ഇവിടുത്തെ ചിട്ടകളൊന്നും തെറ്റിക്കണ്ട. ഞാൻ എൻ്റെ ചിട്ടയല്ലേ മാറ്റേണ്ടത് എന്ന് പറഞ്ഞ് അവൾ മുറി വിട്ടിറങ്ങി അയാൾക്കൊപ്പം നടന്നു.
അവൾ ഡൈനിങ് ഹാളിലേക്ക് എത്തി. വലിയൊരു ഊൺമേശ, ചൂടുള്ള സ്വാദിഷ്ടമായ വിഭവങ്ങൾ വിളമ്പാൻ തയ്യാറായി പോലീസേട്ടനും സഹായിയും അരികിൽ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഊൺമേശക്ക് വല്ലാത്തൊരു അച്ചടക്കമുണ്ടായിരുന്നു. ഒരു മിലിറ്ററി ക്യാമ്പിലെ പോലെ സംസാരിക്കാതിരിക്കുക, വൃത്തിയും ചിട്ടയുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പ്ലേറ്റിനരികിലും സ്പൂൺ തട്ടുകളിലും അനാവശ്യമായ ശബ്ദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, അതൊക്കെയായിരുന്നു സ്റ്റാൻലിയുടെ ഊൺമേശയിലെ അലിഖിത നിയമങ്ങൾ. സ്റ്റാൻലി എപ്പോഴും കത്തിയും മുള്ളും ഉപയോഗിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. കത്തിയും മുള്ളും വെച്ച് ഒരു ട്രേ സ്റ്റാൻലി അലീനയുടെ അടുത്തേക്ക് നീക്കി വെച്ചു. ഇതെനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല, അലീന സത്യം പറഞ്ഞു. പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, അയാൾ പറഞ്ഞു. അലീന മനസ്സില്ലാ മനസ്സോടെ കത്തിയും മുള്ളും കയ്യിലെടുത്തു. ഫോർക്ക് ലെഫ്റ്റ് ഹാൻഡ്, നൈഫ് റൈറ്റ് ഹാൻഡ്, അയാൾ നിർദ്ദേശം നൽകി. അലീന ഒരു ചിക്കൻ പീസ് കുത്തിയെടുത്ത് അത് മുറിക്കാൻ ശ്രമം തുടങ്ങി. കത്തിയും മുള്ളും പ്ലേറ്റിൽ തട്ടി വലിയ ശബ്ദമുണ്ടാവാൻ തുടങ്ങി. ശബ്ദമുണ്ടാക്കരുത്, സ്റ്റാൻലി വിലക്കി. കത്തിയും മുള്ളും സ്പോഞ്ച് ഒന്നുമല്ലല്ലോ, സ്റ്റീലല്ലേ, അപ്പോൾ ഇച്ചിരി ശബ്ദമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അവൾ പതുക്കെ പിറുപിറുത്തു. എന്താ പറയുന്നത്? ശബ്ദം ഉയർത്തി പറ, എന്നാലല്ലേ കേൾക്കുള്ളൂ. ഇല്ല, ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ കാണിച്ചു തരാം, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് കണ്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുകയെന്ന് പറഞ്ഞ അയാൾ വളരെ വിദഗ്ധമായി ഒട്ടും ശബ്ദമില്ലാതെ തന്നെ കത്തിയും മുള്ളും ഉപയോഗിച്ച് കാണിച്ച് അതിങ്ങനെ കാണിച്ചു കൊടുത്തു. ശരിയാണ്, തീരെ ശബ്ദമില്ല. അലീന അതുപോലെ തന്നെ അനുകരിക്കാൻ ശ്രമിച്ചു. അവൾ ആ ചിക്കൻ പീസും തമ്മിൽ വലിയൊരു ഗുസ്തി തന്നെ നടന്നു. പെട്ടെന്ന് ആ ചിക്കൻ പീസ് പ്ലേറ്റിൽ നിന്നും തെന്നിത്തെറിച്ച് മേശപ്പുറത്തേക്ക് വീണു. അത് നിറങ്ങി നേരെ സ്റ്റാൻലിയുടെ പ്ലേറ്റിനകത്തേക്ക് പോയി നിന്നു. അലീനയ്ക്ക് ഇത് കണ്ടിട്ട് ചിരി വന്നെങ്കിലും അവൾ അതൊക്കെ അടക്കി പിടിച്ച് ഇപ്പം എങ്ങനെയുണ്ട് എന്ന മട്ടിൽ അയാളെ ഇങ്ങനെ നോക്കി. സാരമില്ല, വേറൊരു പീസ് എടുത്ത് വെച്ചോളൂ, ട്രൈ ചെയ്യൂ, അയാൾ ശാന്തമായി പറഞ്ഞു. അവൾ മേശപ്പുറത്ത് വീണ് ആ ഒരു ചിക്കൻ പീസ് കൈ നീട്ടി. ഏയ് വേണ്ട, അതിനി എടുക്കണ്ട, ടേബിൾ മാനേഴ്സൊക്കെ പാലിക്കണം, അതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്, അയാൾ അവളെ തടഞ്ഞു. അലീന ഒരു നിമിഷം അനങ്ങാതെ ഇരുന്നു. മേശപ്പുറത്ത് കിടക്കുന്ന ആ ഒരു പൊരിച്ച ചിക്കനിലേക്ക് അവളൊന്ന് നോക്കി. പെട്ടെന്ന് ഒരു പരുന്തിരയെ റാഞ്ചുന്നത് പോലെ അവൾ കൈനീട്ടി ആ ചിക്കൻ പീസ് എടുത്ത് അങ്ങ് വായിലിട്ട് കറുമുറ ചവച്ച് തിന്നാൻ തുടങ്ങി. സ്റ്റാൻലി പകച്ചുപോയി. അയാൾ അത്ഭുതത്തോടെയും ദേഷ്യത്തോടെയും അവളെ നോക്കി. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അയാൾ അലറി. ധിക്കാരമാണ് നീ കാണിച്ചത്, പറഞ്ഞതിന് നേരെ വിപരീതം കാണിക്കുന്നു, അനുസരണയില്ലാത്തവളാണോ നീ? അലീന ഒട്ടും കുലുങ്ങിയില്ല. അവൾ അയാളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. എന്റെ 7ാമത്തെ വയസ്സിൽ ഇതുപോലൊരു ഇറച്ചി കഷ്ണം താഴെ വീണു പോയിട്ട് ഞാനത് നിലത്ത് നിന്നെടുത്ത് മണ്ണൊക്കെ ഊതിക്കളഞ്ഞ് കഴിച്ചിട്ടുണ്ട്. ഒരു കല്യാണ സദ്യക്ക് മിച്ചം വന്ന തണുത്ത് കേടായി തുടങ്ങിയ ചോറും കറികളും ഞാൻ കഴിച്ചിട്ടുണ്ട്. സ്റ്റാൻലി ഇതൊക്കെ കേട്ട് തരിച്ചുപോയി. അയാളുടെ ദേഷ്യമൊക്കെ എങ്ങോട്ടേക്കോ പോയി മറഞ്ഞു. അവൾ വീണ്ടും സ്വന്തം കൈകൊണ്ട് നല്ല ചുറുചുറുക്കോട് ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്കവൾ പറഞ്ഞു, എപ്പോഴും ഓരോ അനാഥാലയത്തിലും ഓരോ കുട്ടികളും ഇതുപോലെ തന്നെ ചിക്കൻ പീസിന് വേണ്ടിയിട്ട്. സ്റ്റാൻലിക്ക് അത് കേട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. ഭക്ഷണം കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി, അയാൾ നീരസത്തോടെ പറഞ്ഞു. അലീന പിന്നെ ഒരു വാക്കുപോലും മിണ്ടില്ല. ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴും 9 മണിയായിരുന്നു. അലീന അവളുടെ മുറിയിലേക്ക് പോയി. അവിടെ ചെന്ന ഉടനെ തന്നെ രോഹിത് കൊടുത്ത ആ ഒരു മൊബൈൽ ഫോൺ എടുത്തു നോക്കി. അതിൽ ഇതുവരെ ഒരു കോളും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ആരും തന്നെ ഇതുവരെ വിളിക്കാത്തത്? അച്ഛൻ ഇതുവരെ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ലേ? തന്നെ ഇവിടെ കൊണ്ടാക്കിയതോടുകൂടെ എല്ലാവരും അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞോ? അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. കടപ്പാട്ടൂരിലേക്ക് വിളിക്കാൻ അവൾ ഫോൺ എടുത്തപ്പോഴേക്കും വാതിൽ ആൻഡപ്പൻ വന്നു നിന്നു. കേണൽ സാബ് വിളിക്കുന്നു, സിറ്റൗട്ടിലുണ്ട്, എന്താ കാര്യമെന്ന് അവൾ ചോദിച്ചപ്പോൾ തനിക്കറിയില്ല എന്ന് തോള് കുലുക്കി കാണിച്ച് അവൻ മടങ്ങി. അവൾ സിറ്റൗട്ടിലേക്ക് ചെന്നു. മുറ്റത്തേക്കുള്ള വരാന്തയിൽ ഒരു കസേരയിൽ സ്റ്റാൻലി ഇരിക്കുന്നുണ്ടായിരുന്നു. അടുത്തായി വേറൊരു കസേരയും ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കൂ, അയാൾ പറഞ്ഞു. അയാൾ അവിടെ ഇരുന്നു. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പം സംസാരിക്കണമെന്ന് അയാൾ പറഞ്ഞു. ഓ അത് ശരി, സംസാരിക്കാനുള്ള സമയമാണോ ഇത്? അവൾ ചോദിച്ചു. അയാൾ മറുപടി പറയുന്നതിനു മുൻപേ തന്നെ അവളുടെ കയ്യിലിരുന്ന ആ ഒരു മൊബൈൽ ഫോൺ ശബ്ദിച്ചു. രോഹിത്താണ്. രോഹിത് അവൾക്ക് ഫോണും സിം കാർഡൊക്കെ എടുത്തു നൽകിയിട്ടുണ്ട്. അവൾ വലിയ സന്തോഷത്തോടു കൂടെ തന്നെ ആ ഒരു ഫോൺ ഇങ്ങനെ കാതോട് ചേർത്തു. ഹലോ അലീന ചേച്ചി. രോഹിതിന്റെ വിളി കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഞാനാടാ മോനെ ഇത്, ചേച്ചിയാണ്. അവളുടെ ശബ്ദമിടറി. എവിടെയാ? ഇവിടെ എന്ത് ചെയ്യുവാണ്? ഇവിടെ വെറുതെ ഇരിക്കുക. അച്ഛൻ ഇവിടെ എത്തിയോ മോനെ? ഓ എത്തി, ഇവിടെ എല്ലാവരുമുണ്ട്, മനുവേട്ടനുമുണ്ട്. പോയിട്ടില്ല. അലീന ചേച്ചി പോയതോടുകൂടെ ഈ വീട് ആകെ ഉറങ്ങിയതുപോലെയായി. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവധി വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കണം കേട്ടോ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസമോ? നന്നായി. ഇത് രാജ്യം വേറെയാ മോനെ, ഇവിടെ പട്ടാള ഭരണമാണ്. ആഴ്ചയിൽ ഒന്ന് പോയിട്ട് വർഷത്തിൽ ഒരു ലീവ് പോലും കിട്ടുമെന്ന കാര്യം തന്നെ സംശയമാണ്. അവൾ സ്റ്റാൻലി ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. അയാൾ ഇതൊന്നും കേൾക്കാത്ത പോലെ അനങ്ങാപ്പാറ പോലെ ഇരിക്കുകയാണ്. അലീന കസേരയിൽ നിന്നൊന്ന് എഴുന്നേറ്റ് മാറി നിന്നു. മോനെ, നീ എറണാകുളത്ത് വിളിച്ച് മാമച്ചാനോടും ആൻറ്റിയോടും രേവതിക്കുട്ടിയോടും എൻ്റെ കാര്യങ്ങളൊക്കെ പറയണം. രേവതിക്കുട്ടിയെ ഞാൻ നാളെ വിളിക്കാമെന്ന് പറയണം. അപ്പോൾ വിശേഷങ്ങളൊക്കെ വിശദമായി പറയാമെന്ന് അവളെ ഒന്ന് അറിയിക്കണേ. അപ്പുറത്ത് ഊൺമേശയ്ക്ക് ചുറ്റും എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. രോഹിത്, ബബിത, കൃഷ്ണമോള്, മനുശങ്കർ, ബാലേന്ദ്രൻ. രോഹിത് ഫോണ് ബബിതയ്ക്ക് നീട്ടി. ബബിത മനസ്സില്ലാ മനസ്സോട് ഫോൺ വാങ്ങിച്ച് എഴുന്നേറ്റ് അപ്പുറത്തേക്ക് നടന്നു. നീ അവിടെ ഇരിക്ക്. എങ്ങോട്ടേക്ക് പോകുന്നത്? എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കണം, മനു ചോദിച്ചു. ആഹാ, അതിനെന്താ? മറ്റാർക്കുമില്ലാത്ത
ഒരു കൺസെഷൻ നിനക്ക് മാത്രം. മനു ഗൗരവം നടിച്ചു. പക്ഷേ ബബിത അത് കേൾക്കാതെ മാറി നടന്നു. അത് പഠിച്ച കള്ളിയ മനുവേട്ടാ, കൃഷ്ണമോള് കുശുമ്പോടെ പറഞ്ഞു. അവളുടെ കണ്ണിൽ നിന്നും വെള്ളം നിറഞ്ഞ അത് വേറെ ആരും കാണരുത്. അവൾക്ക് സങ്കടം വന്നിട്ട് ഒച്ച പതറിപ്പോയ അതാരും കേൾക്കരുത്. അവൾ ഇത്തിരി ചക്രവർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അതാരും അറിയരുത്. അല്ലെങ്കിൽ നോക്ക്, നമ്മളൊക്കെ ഒച്ചയിൽ സംസാരിക്കും. ബബിതേച്ചി കണ്ടോ, കിന്നാരം പറയുന്നത് പോലെ ഒച്ച താത്തി പതുക്കിയാ സംസാരിക്കുന്നത്. കൃഷ്ണമോളുടെ ആ ഒരു പറച്ചിൽ അല്പം ദേഷ്യവും കുശുമ്പുമുണ്ട് എന്ന് മനുശങ്കറിന് മനസ്സിലായി. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ബബിതയുടെ മനസ്സിനകത്ത് തുറന്നു കയറിക്കൊണ്ടല്ലേ നീ ഈ പറയുന്നത്? അവൻ ചിരിച്ചു. എനിക്കറിയാം ഓരോരുത്തരുടെയും കള്ളത്തരങ്ങൾ. ഞാൻ മിണ്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കസേരയിൽ നിന്നും ഒളിഞ്ഞിരുന്നു കൊണ്ട് തന്നെ കൃഷ്ണോജ പറഞ്ഞു. അത് കേട്ട് രോഹിത് അവളെ തലക്ക് പിടിച്ചങ്ങ് താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, അത്ര അങ്ങോട്ട് മോള് പൊങ്ങൊന്നും വേണ്ട. കുറച്ചു കഴിഞ്ഞ് ബബിത നല്ല ഉല്ലാസത്തോടെ തിരികെ വന്ന് ഫോൺ നേരെ കൃഷ്ണമോൾക്ക് നൽകി. ഇനി എന്താ നീ സംസാരിക്ക്. മൊത്തം വീക്കായിരുന്ന ആളാണ് അലീന ചേച്ചി ചാർജ് കയറ്റിയതിന്റെ തിമിർപ്പ ഇപ്പൊ ഈ കണ്ടത്. രോഹിത് ചിരിയോടെ പറഞ്ഞു. കൃഷ്ണജി സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ മനുശങ്കറിനെ ഏൽപ്പിച്ചു. അവന് മാറി നിന്ന് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്നും മറ്റുള്ളവരുടെ മുന്നിൽ അതൊന്നും ചമ്മലായിരുന്നു. അവൻ ഫോൺ വാങ്ങി സംസാരിച്ചു തുടങ്ങി. എത്ര മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടും അവന്റെ സ്വരത്തിലും ഭാവത്തിലും പ്രണയം ഒരു നേരിയ സ്പർശം വരുന്നത് ബാലചന്ദ്രമേനോൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹൃദയത്തോട് സംസാരിക്കുന്ന പോലെ ഒരു നിഗൂഢമായ ആനന്ദം അതിലുണ്ടായിരുന്നു. നിനക്കവിടെ ഇഷ്ടപ്പെട്ടോടി? മനു ചോദിച്ചു. അതൊന്നും പറയാനില്ല. എങ്ങനെയുണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ? പരിചയപ്പെട്ടു വരുന്നതല്ലേ ഉള്ളൂ. താമസിക്കുന്ന സ്ഥലമൊക്കെ തിരക്കേടില്ല എന്ന് പറയാം. നീ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. പിന്നെ വിളിക്കാം. അപ്പോൾ എല്ലാം വിശദമായി പറയാൻ കേട്ടോ. ശരി മനുവേട്ടാ. അല്ല, മനുവേട്ടൻ എന്താ ഈ പോകാതിരിക്കുന്നത്? എന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിന്നതല്ലേ? വീട്ടിൽ പോയില്ലേ? അവൾ കുസൃതിയോടെ ചോദിച്ചു. ഇല്ല, പോവേണ്ട. ഞാൻ വീട്ടിൽ പോവാൻ വന്നതല്ലോ. ഒരാളെ യാത്ര അയക്കാൻ വന്നതല്ലേ? അവൻ സ്നേഹത്തോടെ പറഞ്ഞു. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അലീന ചോദിച്ചു, അച്ഛനൊന്ന് കൊടുക്കാമോ എന്ന്. അതിനെന്താ, കൊടുക്കാലോ. ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിനു മുൻപ് ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് മനുവേട്ടാ. ഫോണ് ബാലചന്ദ്രമേനോന്റെ കയ്യിലെത്തി. ക്യൂവിൽ എന്നും പിന്നിലാണ്. അച്ഛന്റെ സ്ഥാനമല്ലേ? മേനോൻ സ്നേഹത്തോട് ചോദിച്ചു. അതൊരു ശിക്ഷയാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ അച്ഛൻ എന്നെ വിളിച്ചില്ലല്ലോ. അവൾ പരിഭവിച്ചു. ഓ, അത് ശരി. അപ്പോ പരിഭവിച്ചിട്ടാണല്ലേ? അല്ലച്ചാ, അച്ഛനല്ലേ ഏറ്റവും ക്ഷമയുള്ള ആള്. അച്ഛനോട് എനിക്ക് കൂടുതൽ സംസാരിക്കണം. അതുകൊണ്ടാ ഏറ്റവും അവസാനമാക്കിയത്. അത് പറ. പുതിയ താവളമായി നീ ഇപ്പൊ ഇണങ്ങിയോ? ഇണങ്ങാനൊക്കെ ഇത്തിരി സമയം പിടിക്കും അച്ഛാ. പിന്നെ എന്നെ ഇവിടെ എത്തിച്ചതിൽ അച്ഛന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവൾ സ്റ്റാൻലിയെ ഒന്ന് പാളി നോക്കി. അയാൾ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെക്കുകയായിരുന്നു. മോൾക്ക് എന്താ ഒരു സംശയം? ബാലചന്ദ്ര ചോദിച്ചു. എന്തോ എനിക്കൊരു വല്ലായ്മ പോലെ. എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് പോരേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുവാണ്. ഇവിടുത്തെ രാജകുമാരിയാവുന്നതിനേക്കാളും എനിക്കിഷ്ടം അവിടുത്തെ വേലക്കാരിയാവുന്നതായിരുന്നു. ഇത് പറയുമ്പോഴും അവളുടെ കണ്ണ് സ്റ്റാൻലിയിലായിരുന്നു. അയാൾ ലൈറ്റർ കത്തിച്ച് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. സാരമില്ല മോളെ, എല്ലാം ശരിയാവും, അച്ഛൻ ആശ്വസിപ്പിച്ചു. പിന്നെ അച്ഛാ, ഞങ്ങൾ എങ്ങു പോന്നു എന്ന് വെച്ചാൽ അച്ഛൻ മരുന്നൊന്നും മുടക്കരുത്. അതുപോലെ തന്നെ ആഹാര നിയന്ത്രണവും. മരുന്ന് കൃത്യസമയത്തിന് കഴിക്കുകയും വേണം. ഞാൻ കൃഷ്ണമോളോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ദേഷ്യം പിടിക്കാനൊന്നും പാടില്ല, അറിയാലോ. അമ്മ വരുമ്പോൾ വഴക്കിനൊന്നും നിൽക്കണ്ട. പിന്നെ ഇനി എന്നെ പേടിക്കണ്ടല്ലോ എന്ന് കരുതി നാളെ മുതൽ സിഗരറ്റ് വലിയൊന്നും തുടങ്ങരുത് കേട്ടോ. അതുപോലെ തന്നെ മദ്യപാനവും. അതുകൊണ്ട് സുഖത്തേക്കാൾ കൂടുതൽ ദോഷങ്ങളാണെന്ന് അച്ഛൻ ഓർക്കണം. ഇത് പറയുന്നത് ബാലചന്ദ്രമേനോടാണെങ്കിലും അവളുടെ നോട്ടം മുഴുവൻ സ്റ്റാൻലിയുടെ മുഖത്തേക്കായിരുന്നു. സ്റ്റാൻലിയുടെ ചുണ്ടിൽ ഒരു ചെറിയ ചുരിയുണ്ടോ എന്ന് അവൾക്ക് തോന്നിപ്പോയി. സംസാരം കഴിഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. അലീനക്ക് ബാലചന്ദ്രമേനോനെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ? സ്റ്റാൻലി ചോദിച്ചു. അതെ, അവൾ തെല്ലൊരു വാശിയോടുകൂടെ പറഞ്ഞു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതായിരുന്നെങ്കിൽ എന്റെ സ്വന്തം അച്ഛനെന്ന് ഞാൻ ഒത്തിരിയധികം കൊതിച്ചിട്ടുണ്ട്. ആ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അച്ഛനായ അങ്ങനെ വേണം. പക്ഷേ എന്തു ചെയ്യാനാ? അങ്ങനെ ഒരു അച്ഛനെ കിട്ടാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല എന്ന് അവൾ തുറന്നടിച്ചു. ബാലചന്ദ്രമേനോൻ എന്നോട് പറഞ്ഞു, നിന്നെ അയാൾ സ്വന്തം മകളെ പോലെയാ നോക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അയാളോട് നിനക്ക് അത്രയും അധികം സ്നേഹവും കടപ്പാടൊക്കെ വേണം. ഇതൊന്നും ഒട്ടും കൂടുതലല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി എഴുന്നേറ്റ് അയാൾ വാച്ചിലേക്ക് നോക്കി. പോയി കിടന്നോളൂ, ഉറങ്ങണ്ടേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആൻറ്റപ്പനെ വിളിച്ചാൽ മതി. എനിക്കൊരാവശ്യമില്ലാന്ന് അവൾ പറഞ്ഞു. ഓക്കെ, ഗുഡ് നൈറ്റ്. അയാൾ ആ നീണ്ട വരാന്തയിലൂടെ നടന്നു മറഞ്ഞു. അലീന കുറച്ചുകൂടി അവിടെ നിന്നിട്ട് പതുക്കെ അവളുടെ മുറിയിലേക്ക് കിടക്കാൻ പോയി. മുറിയിലേക്കെത്തിയ അലീനക്ക് വല്ലാത്ത പേടി തോന്നി. ലൈറ്റ് അണച്ച് കിടക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ പല ചിന്തകളും. വാതിൽ ശരിക്കും അടച്ചോ? കള്ളന്മാരാരെങ്കിലും ഇങ്ങോട്ടേക്ക് ഒളിച്ചിരിക്കണ്ടാവോ? ഇങ്ങോട്ടേക്ക് കയറി വരുമോ? അവൾ എഴുന്നേറ്റ് കട്ടിലിന്റെ കീഴിലും അലമാറിന്റെ മൂലയിലും ബാത്റൂമിലും എല്ലായിടത്തും പോയി നോക്കി. വാതിലിന്റെ കുറ്റി ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മുറിയിലെ ഒരു ചെറിയ ലൈറ്റ് അവൾ കെടുത്തിയില്ല. അവൾ നേരെ കിടക്കയിലേക്ക് വീണു. ശരീരത്തിന്റെ പാതിയും താഴ്ന്നു പോകുന്ന നല്ല പതുപതിയുള്ള മെത്ത. പക്ഷേ എത്ര കണ്ണടച്ചിട്ടും അവൾക്ക് ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി. കട്ടിലിന്റെ കുറുകെ കിടന്നു. തലേണെടുത്ത് തലയിലേക്കിട്ടു. എന്നിട്ടും ഒട്ടും തന്നെ ഉറക്കം വന്നില്ല. തവളയെ പോലെ കമഴ്ന്നു കിടന്നിട്ടും രക്ഷയില്ല. സമയം അങ്ങനെ കടന്നു പോവാണ്.
ഒടുവിൽ അവൾ കട്ടിൽ നിന്നും എഴുന്നേറ്റു. അവൾക്ക് സങ്കടവും ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയ ഇങ്ങനെയായിരിക്കുമെന്ന് അവൾ സ്വയം പിറുപിറുത്തു. അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അവിടെ കിടന്നിരുന്ന ഒരു സോഫയിലേക്ക് പോയി ചുരുണ്ടുകൂടി. എന്നിട്ടും ഉറക്കം അവളെ അനുഗ്രഹിച്ചില്ല. തന്റെ സ്വന്തം അച്ഛനെ ആ വലിയ വീട്ടിൽ രാജകുമാരിയെ പോലെ കഴിയേണ്ട ആദ്യത്തെ രാത്രിയിൽ അലീനയ്ക്ക് സങ്കടവും ദേഷ്യവും വല്ലാതെ അങ്ങനെ പെരുകി വരുന്നുണ്ടായിരുന്നു. ഇനി ഏതായാലും തന്റെ സ്വന്തം അച്ഛന്റെ കൂടെ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിൽ താൻ താമസിക്കുന്ന അത്രയും ദിവസം വരാനിരിക്കുന്ന ദിവസങ്ങൾ ഇതിലും കഠിനമാവുമായിരിക്കുമെന്ന് അവൾ മനസ്സിലിങ്ങനെ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ സ്റ്റാൻലിയുടെ വീട്ടിൽ സ്ഥിരതാമസമാക്കിയ അലീന ഏതായാലും ആ ഒരു സ്റ്റാൻലിയുടെ പരുക്കൻ സ്വഭാവത്തേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ബാലചന്ദ്രൻ മേനോനും അലീനയും എങ്ങനെയാണോ അതിലേറെ സ്നേഹമായിരിക്കട്ടോ പിന്നീട് സ്റ്റാൻലിയും അലീനയും തമ്മിലുള്ള ആ ഒരു ബന്ധം. കുറച്ചധികം എപ്പിസോഡുകൾക്ക് ശേഷമായിരിക്കും പിന്നീട് വൈജയന്തി ഈ ഒരു സത്യമെല്ലാം തന്നെ അറിയുന്നത്. അലീന അവിടെ കടപ്പാട്ടൂർ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോയി എന്നും അലീന പോയിരിക്കുന്നത് അലീനയുടെ സ്വന്തം അച്ഛനായ സ്റ്റാൻലിയുടെ അടുത്തേക്കായിരുന്നു എന്നും വൈജയന്തി പ്രസവിച്ച വൈജയന്തിയുടെ സ്വന്തം മകളാണ് അലീന എന്ന സത്യമെല്ലാം തന്നെ പിന്നീടായിരിക്കും വൈജയന്തി അറിയാൻ പോകുന്നത്. ആ ഒരു സത്യം മനസ്സിലാക്കിയതോടുകൂടെ ഭൂമി അങ്ങ് പിളർന്ന് താഴേക്ക് പോയെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നെഞ്ചത്തടിച്ചിങ്ങനെ പൊട്ടിക്കരയുന്ന വൈജയന്തിയൊക്കെ നമുക്കിനി കുറേയധികം എപ്പിസോഡുകൾക്ക് ശേഷമായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഏതായാലും മഴതോരും മുംബൈയിൽ ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.